ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ഇന്നും കൊഞ്ചം നേരെ എന്താ തന്നെ എന്നുള്ളതാണ്. അത് എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു, ഓൾറെഡി നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് അറിയാം, പക്ഷെ ആ സോങ്ങും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ സ്റ്റൈലാണല്ലോ. എത്ര സമയത്തെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ആ ഔട്ട്പുട്ടിൽ? 3-4 ദിവസം. അവിടെ നമ്മള് പാട്ടിൽ മെയിൻ ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ ഗ്രൂമിങ്ങിന് ചെല്ലുമ്പോഴായിരിക്കും. ഓക്കെ. അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ലൈക്ക് അവര് ആഡ് ഓൺസ് പറയുന്നതും നമ്മള് കൂടുതലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുന്നതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ്. ഒരു 3-4 ദിവസത്തെ ഒരു കഷ്ടപ്പാട്. ഓക്കെ ഓക്കെ. അത് ആ പാട്ട് കഴിഞ്ഞ ഉടനെ ചിത്രമ്മ പറയുന്നുണ്ട്, എനിക്ക് ഈ കുട്ടിയെ തിന്നാൻ തോന്നുന്നു. അതായത് അത്രയും അടിപൊളിയായിട്ടാണ് അതിൽ ഓരോ എണ്ണയ്ക്കും ഓരോ ഫീല് കൊടുത്തിട്ടാണ് പാടിയിട്ടുള്ളത്. അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നോ? ഓരോ എണ്ണയ്ക്കും ഓരോരോ ഫീല് വേണം, ഓരോ അത് അതിന്റെ ഇതിങ്ങനെ സ്നേഹം ഇങ്ങനെ കൂടി 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 വരും ഓരോ എണ്ണയ്ക്കും. അപ്പൊ അങ്ങനെ വേണോ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നോ? ഞാൻ ആക്ച്വലി ഒറിജിനൽ പഠിച്ചാ പോയത്. അപ്പൊ അങ്ങനെ മെന്റേഴ്സ് പറയും അവിടെ നമുക്ക് എല്ലാം ഡിഫറെന്റ് ആക്കാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. പിന്നെ അവര് തന്നെ ഞങ്ങളും പിന്നെ ഓരോ സജഷൻസ് പറയും. വിദ്യാർത്ഥിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ഓരോ കൊഞ്ചം. എന്താ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാട്ട്, ഒരു പെർഫോമൻസ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാ വിഷ് ചെയ്യുക? അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവാറുണ്ടോ? റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ ഓൾ ദി ബെസ്റ്റ് അങ്ങനെ പറയും. ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇന്നും കുറച്ചു നേരം എന്നെ കുറച്ച് വരീസ് പറയും, പാടും. ഓക്കെ. கடல் மாதாடையாக உயிரோடு உனக்காக காத்திருப்பேன் காத்திருப்பேன். என் கண்ணு ரெண்டும் மயங்குதே மயங்குதே உன்னிடம் சொல்லவே தயங்குதே. അപ്പൊ ഈ പരസ്പരം ഞാനിത് ചെയ്യുമ്പോൾ നീ ഇത് ചെയ്യും, ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ എപ്പോഴാണ് നടക്കുക? ഈ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക, അങ്ങനെ അത് ആ സ്റ്റേജ് വെച്ച് സംഭവിക്കണാണോ പലതും? അത് സ്റ്റേജ് ഓർഗാനിക് ആയിട്ട് സ്റ്റേജിൽ വിദ്യരാജന്റെ കാര്യം എനിക്കൊരു പരിധി വരെ അറിയാം. പക്ഷെ പലപ്പോഴും കൃഷ്ണശ്രീയെ പറ്റിയുള്ള സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 വയസ്സേ ഉള്ളൂ. അതിലെഴുതി കാണിക്കുന്നത് 16 കോഴിക്കോട് എഴുതി കാണിക്കുന്നത് ഏകദേശം 17 വയസ്സല്ലേ ഉള്ളൂ. ഈ പല പാട്ടിന്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. പല പാട്ടിന്റെയും പ്രണയത്തിന്റെ ലെവൽസ് ഒക്കെ പല പലതുമാണ്. എന്താ ശരിക്കും ഗ്രൂമേഴ്സ് പറഞ്ഞു തരുന്നത്? ഗ്രൂമേഴ്സ് ഓരോ പാട്ട് കിട്ടുമ്പോൾ അതിന്റെ വീഡിയോ സോങ് അടക്കം കണ്ടുപിടിക്കാൻ പറയും. പിന്നെ ഭയങ്കര ഇമോഷണൽ പാട്ടൊക്കെയാണ് മൂവി കാണാൻ പറയും. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലൊരു സാധനം വരും. ഓക്കെ ഇങ്ങനെയാ. ഇതിനകത്തൊരു റിസർച്ച് ഭയങ്കര ഉണ്ടല്ലേ, പാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്. അങ്ങനെ കണ്ട സിനിമകളുണ്ടോ? ഞാൻ രാപ്പാടി എഴുതുമോ പാടിയപ്പോ ആകാശദൂത് ഒരുവിധം എല്ലാ സിനിമയും ഞാൻ കാണും. പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ. പക്ഷെ ഇന്നും മനുഷ്യന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതെ. പക്ഷെ വീഡിയോസും കുറെ പ്രാവശ്യം കാണും. ആകാശദൂത് കണ്ടിട്ട് പിന്നെ ഏതൊക്കെ സിനിമ കാണുന്നുണ്ട്? അയ്യോ പാടിയ എല്ലാ പാട്ടിന്റെ ഒരുവിധം സിനിമ. തത്സമയം പെൺകുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ അതിന് വേണ്ടിട്ട്? അത് കൊള്ളാം. ഇപ്പൊ മറ്റെന്തൊക്കെ രീതിയിലാണ് ഇപ്പൊ ഗ്രൂമേഴ്സ് നിങ്ങളെ ഒരുക്കുന്നത്? നിങ്ങളുടെ എന്ത് ക്വാളിറ്റി അതെങ്ങനെയാ അവർ അനലൈസ് ചെയ്യുന്നത്? ഈ പാട്ടിന് ആൾക്ക് പറ്റും, അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? ഇപ്പം നമുക്ക് കണ്ടസ്റ്റൻസിനാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്ട്രോങ് ഏരിയാസ് ഉണ്ട്. ഓക്കെ. ഇപ്പം എനിക്ക് മെലഡിയാണ് കുറച്ചുകൂടെ പാടാൻ ഇഷ്ടവും, അതിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പാടുന്നെന്ന് തോന്നും. പക്ഷെ അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് റൗണ്ട് കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഏരിയ അനുസരിച്ചുള്ള പാട്ടുകൾ അവർ പറയും. എന്റെ മെന്റർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സോങ്സ് ഡിസ്കസ് ചെയ്യും, എനിക്ക് പറ്റുന്ന പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വിദ്യരാജ് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പാട്ട് ഏതായിരുന്നു? ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള പാട്ട് ഏതാ ഇതിൽ പാടിയതോ? ശാസിംഗറിൽ തന്നെ പാടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള എനിക്ക് സെമി ക്ലാസിക്കൽ കുറച്ച് ആ ഏരിയ കുറച്ച് താഴെ ഞാൻ. അപ്പം അതിലെനിക്ക് പ്രണതോസ്മി, പിന്നെ ഈ രാഗം ശ്രീരാഗം എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ഞാൻ ദിൽരാജോടെ പാടിയത്. അപ്പൊ അതിൽ ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾക്കാണ് കൂടുതൽ എഫേർട്ട് ഇടാൻ നോക്കുന്നത്. കാരണം സെമി ക്ലാസിക്കലൂടെ ആയോണ്ടേ എനിക്ക് ആ ഒരു ബേസ് അങ്ങോട്ട് ഇത്രക്ക് ഇല്ലാത്തതുകൊണ്ട് അതിലാണ് കുറച്ചുകൂടി ടൈം ഇടുന്നത്, ഞാൻ എഫേർട്ട് ഇടുന്നത്. ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള പാട്ട് ഏതാ? ഞാനും അതെ, സെമി ആണെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കും. പക്ഷെ ഞാൻ ഹൈറാമ എന്നൊരു പാട്ട് പാടിയിരുന്നു. അതായിരുന്നു ആക്ച്വലി കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചത്. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിങ്ങനെ ആഡ് ഓൺ എല്ലാം ചെയ്ത് പാടുന്നത്. ആ ടൈമിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരും, ഇത്ര ദിവസം കൊണ്ട് പഠിച്ചാൽ ശരിയാവോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് കാരണം കുറച്ചൊന്ന് പേടിച്ച് പാടിയ പാട്ടാണ്. ഇനി എനിക്കറിയാം ആ മിസ്റ്ററി ചോദ്യത്തിലേക്ക് കിടക്കണം, എന്താണ് ശരിക്കും ജഡ്ജസിനെ നോക്കി പാടാത്തത്? അതെനിക്ക് അതിനോട് എല്ലാവരും ചോദിക്കും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ
പാടുമ്പം ചിലപ്പോൾ ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് നോക്കിയായിരിക്കും പാടുന്നത്. Okay, അതാണ് എൻ്റെ ഒരു എനിക്ക് അങ്ങനെ ഫോട്ടോ ചിലപ്പോൾ എടുക്കുമ്പോ ഈ പ്രൊഫൈൽ നല്ലതാന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പാടുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം നേരെ നോക്കി തുടങ്ങിയാലും പയ്യെ പാട്ടിന്റെ പകുതി ആകുമ്പോൾ പയ്യെ ഇങ്ങോട്ട് തന്നെ പോകും. അതെങ്ങനെ അത് എനിക്ക് അറിയില്ല എന്താ അതിങ്ങനെ തന്നെ ഇങ്ങോട്ട് എല്ലാരും പറയും അത് മാറ്റി മാറ്റി മാറ്റുന്നു, പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അത് ഇതാണ് എൻ്റെ ഒരു കൃഷ്ണശ്രീ നന്നായി പഠിക്കുന്ന കുട്ടിയാണോ? ഐ മീൻ പുസ്തകം അങ്ങനെ അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ എനിക്ക് ഇപ്പൊ പരീക്ഷ പോലും എഴുതുന്നില്ലല്ലോ. എക്സാം എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ അത്ര സ്റ്റഡീസിലേക്ക് നോക്കുന്നില്ല. പക്ഷെ ഷൂട്ട് കഴിയുന്ന ഇരുന്ന് പഠിക്കും. ഇതിന്റെ ഒരു ചോദ്യം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ വരാം. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ കൃഷ്ണശ്രീയുടെ പാരന്റ്സിന് ആരെങ്കിലും വന്ന് ഉപദേശിക്കാറുണ്ടോ? കുട്ടിയെ ഇങ്ങനെ റിയാലിറ്റി ഷോന് വിട്ടിട്ട് പരീക്ഷ എഴുതിക്കാത്തത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്, അങ്ങനെ ഉപദേശിക്കുന്നവരുണ്ടോ? അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇതിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരിതാ. മ്യൂസിക്കിന്റെ ഇതിൽ തന്നെ വരട്ടെ എന്നുള്ളൊരു. ഈ ഓർമ്മശക്തി എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അയ്യോ, മറ്റേ എപ്പിസോഡാ അത്. എന്താ എല്ലാവരുടെയും എപ്പിസോഡ്സ് ഞാനിങ്ങനെ വീണ്ടും റീവാച്ച് ചെയ്യും. ഇതിന് മാത്രം നേരെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആകെ 4 ദിവസം, അതിന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം, മറ്റേ ഭാവം വരുത്തണം, ഇതിനിടയിൽ സിനിമയും കാണണം, അതിനിടെ എപ്പിസോഡ് കാണുന്നുണ്ടോ? എത്ര മണിക്ക് എഴുന്നേക്കും അപ്പൊ ഒരു ഉദ്ദേശം? ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 10-10:30 ആവും. അല്ലാണ്ട് ഒരു 10 മണി. വേറെ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേറൊരു ജീവിതം ഇല്ലല്ലേ നിങ്ങക്ക്? ഇല്ല, സ്കൂളിൽ ഇപ്പൊ പോവാറില്ല. സമയം കൂടി കിട്ടി. ഓക്കെ നമുക്ക് തിരിച്ചു വരാം. എപ്പിസോഡ്സ് കാണുന്നത്, എന്നിട്ട് എപ്പിസോഡ്സ് ഞാൻ ഈ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 മാസം ബ്രേക്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വന്ന സമയത്ത്. അപ്പൊ ഞാൻ ഒരു ആകെ സമയത്ത് 30 എപ്പിസോഡൊക്കെ ആയിട്ടുള്ളൂ. ഈ 30 എപ്പിസോഡ് വീണ്ടും ടി വിയിൽ ഇട്ടിട്ട് കാണുമായിരുന്നു. അപ്പൊ ഇത് കണ്ട് എന്റെ തലയിലായി. ഇപ്പൊ വരുന്ന വഴി എന്നോട് പറഞ്ഞു, ഈ മറ്റേ അമൃതമായ പാടിയപ്പോ ഇട്ട ഒരു യെല്ലോ അല്ലേന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നത് ജോർജ് കുട്ടിക്ക് ശേഷം അത്രയും മറ്റേ വിഷ്വൽ കൊണ്ട് ഓർമ്മയുള്ള ഒരു ആള്. ഈ ജഡ്ജസിനെ കൂടെ പാടിക്കുക, അല്ലെങ്കിൽ ജഡ്ജസിനെ അവിടെ നിന്ന് ഇപ്പൊ ഹവ ഹവ പാടുമ്പോ മനോ എന്നൊക്കെ പറയുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ 90s-ലും 80s തൊട്ടിട്ട് തന്നെ ഈ പറഞ്ഞ പെപ്പി ആയിട്ടുള്ള സോങ് പാടാനും അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ആ സമയത്തെ. SPB സാറുടെ വോയിസ് പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു വോയിസാണ്. അദ്ദേഹത്തെ ഒക്കെ കൂടെ പാടിക്കണം, അങ്ങനെ ഒരു വാശി വെച്ചിട്ടാണ് പോണത്. ഇങ്ങനെ ഇന്ന് ഇറക്കിക്കൊണ്ട് പാടിച്ചിട്ട്. അയ്യോ, ഞാൻ അവിടെ പാട്ടെല്ലാം സെലക്ട് ചെയ്ത് അന്നത്തെ ദിവസം അറിയുന്നത്, പാടുന്ന ദിവസം അറിയുന്നത് മനോ സാർ അഗസ്റ്റ് എന്ന്. അതിനു മുമ്പ് അറിയില്ല? പാട്ട് സെലക്ട് ചെയ്തപ്പോ ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഫുൾ സ്ക്രിപ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് നേരത്തെ അറിയണ്ടായിരിക്കും ഇങ്ങനെ ആളാണ് എന്നൊക്കെ. അപ്പൊ ആള് സ്പോട്ടിൽ വെച്ച് പാടുക എന്ന് പറയുന്നതും അവിടെ വെച്ച് ആള് പാടുമ്പോ തന്നെയാണ്? സാർ പറഞ്ഞൊന്നുമില്ല, പാടുന്നൊന്നും പറഞ്ഞില്ല. പാട്ട് കഴിഞ്ഞ് ലാസ്റ്റ് പല്ലവി ആയപ്പോ സാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു പാടാൻ. അയ്യോ, സാറൊക്കെ ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല സാറിന്റെ കൂടെയൊക്കെ ഒരു 2 ലൈൻ പാടാൻ പറ്റുമെന്ന്. ഭയങ്കര സന്തോഷം. എനിക്കൊരു ഹവ ഹവ ഒന്ന് പാടും, ഏതെങ്കിലും ഒരു പോർഷൻ. മഴത്തുമ്പി പാടുന്നു ഹവ ഹവ, മയിൽ പേടയാടുന്നു ഹവ ഹവ, മണിച്ചില്ല പൂക്കുന്നു ഹവ ഹവ, മതിക്കുന്ന വർണ്ണങ്ങൾ ഹവ ഹവ, മനസ്സാകെ ഉന്മാദം ഹവ ഹവ, മനസ്സാകെ ഉന്മാദം ഹവ ഹവ. ഇതിൽ നീ ഓരോ ഹവയും വ്യത്യസ്തമാവണം അങ്ങനെ ഇതുണ്ടോ? അങ്ങനൊന്നും, ഇത് മൂവി ട്രോണ്ട്. എവിടുന്ന ഇന്ന സ്ഥലത്ത് ഇട്ടാൽ വർക്കാവും? അത് എത്ര നേരം പിടിക്കും അങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി? അത് ആക്ച്വലി മെന്റേഴ്സ് തന്നെ അത് കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത്. അവര് തന്നെ കണ്ടുപിടിക്കും. കൊറേ ഇരുന്ന് നമ്മള് രാവിലെ മുതൽ ഇരുന്നാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് പാട്ട് സെറ്റായി കിട്ടുക.